രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യമായി ജർമ്മൻ സംസ്ഥാന പാർലമെന്റിൽ ഏറ്റവും വലിയ ശക്തിയായി തീവ്ര വലതുപക്ഷമുണ്ട്. കുടിയേറ്റ വിരുദ്ധരായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ജർമ്മൻ ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് കരുതപ്പെട്ടിരുന്ന പാർട്ടിയാണ് 2013 സ്ഥാപിതമായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുണ്ടായിരുന്ന കിഴക്കൻ ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷം നേടുന്ന വിജയത്തെ ആശങ്കയോടെയാണ് യൂറോപ്പിലൊട്ടാകെയുള്ള ജനാധിപത്യ വിശ്വാസികൾ നോക്കിക്കാണുന്നത്. കടുത്ത കുടിയേറ്റ വിരുദ്ധത, വംശീയതാബോധം എന്നിവയിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പാർട്ടിയെ നയിക്കുന്നത് ബിയാൻ ഹോക്കെയാണ്. നാസി മുദ്രാവാക്യം ഉപയോഗിച്ചത് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽപ്പെട്ട നേതാവാണ് അദ്ദേഹം. ബെർലിൻ മതിലിന്റെ തകർച്ചയ്ക്കും ജർമ്മനിയുടെ പുനരേകീകരണത്തിനും ശേഷം 3 പതിറ്റാണ്ടിലേറെയായി തുടരുന്ന മുഖ്യധാര രാഷ്ട്രീയത്തിൽ ജനങ്ങൾ നിരാശരായിരുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ജർമ്മനിയിലുണ്ടായ കുടിയേറ്റവും രാജ്യത്ത് നിലനിന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാമാണ് തീവ്ര വലതുപക്ഷത്തിന് വഴിയൊരുക്കിയത്. ജർമ്മനിയിൽ വർദ്ധിച്ചുവരുന്ന ഭീകരാക്രമണങ്ങളും ഒരു ഘടകമാണ്. ഇതിനിടയിലാണ് ജർമ്മനിയുടെ അതിർത്തി നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. അനധികൃത കുടിയേറ്റത്തെയും കുറ്റകൃത്യങ്ങളെയും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജർമ്മനി പടിഞ്ഞാറൻ, വടക്കൻ അതിർത്തികളിൽ താൽക്കാലിക നിയന്ത്രണം പുനരാരംഭിച്ചിരിക്കുകയാണ്. ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, ലക്സംബർഗ്, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലാണ് പരിശോധന. നിലവിൽ 6 മാസത്തേക്കാണ് പരിശോധനയെങ്കിലും നീട്ടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ജർമ്മനിയിലെ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് പാർട്ടി പുതിയ അതിർത്തി നിയന്ത്രണങ്ങൾക്കും മൈഗ്രേഷൻ നയത്തിനും ഫെഡറൽ ഗവൺമെന്റിനെതിരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അതിർത്തി നിയന്ത്രണങ്ങൾ പ്രശ്നം പരിഹരിക്കില്ല, അവ പുതിയവ സൃഷ്ടിക്കുക മാത്രമാണെന്നാണ് സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് പാർട്ടിയുടെ വിമർശനം. ആദ്യ ദിനം തന്നെ അഭയാർത്ഥികളെന്ന് സംശയിക്കുന്ന ഏതാണ്ട് 30,000-ലധികം പേരെ തിരിച്ചയച്ചതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ അധികം പേരും സിറിയ, അഫ്ഗാൻ, ഇറാൻ പൗരന്മാരാണ്. ഇവരൊക്കെ യൂറോപ്യൻ യൂണിയൻ അഭയാർത്ഥി പാസ് നേടിയവരുമാണ്. ജർമ്മനിയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ 1400 കിലോമീറ്റർ ഉണ്ട്. കൂടാതെ 2400 കിലോമീറ്റർ കിഴക്കും തെക്കും അതിർത്തികൾ ഇതിനകം പരിശോധനകൾ നടത്തി വരികയാണ്. നിരവധി ആക്രമണങ്ങൾ രാജ്യത്ത് നടന്ന സാഹചര്യത്തിൽ കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും തീവ്രവാദികളെ അടിച്ചമർത്തുന്നതിനുമുള്ള സമ്മർദ്ദം ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സർക്കാർ നേരിടുകയാണ്. ഇതേ തുടർന്നാണ് സെപ്റ്റംബർ 16 മുതൽ എല്ലാ ജർമ്മൻ കര അതിർത്തികളിലും സമ്പൂർണ്ണ അതിർത്തി നിയന്ത്രണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നിലവിൽ പോലീസ് നഗരങ്ങളിലെ സംശയാസ്പദമായ അപ്പാർട്ട്മെന്റുകളിലും വീടുകളിലും തിരച്ചിൽ നടത്തുകയും മനുഷ്യക്കടത്തിനെതിരെ അതിർത്തിയിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്.